സ്വകാര്യ വാഹനങ്ങളുടെയും റെന്റ് കാറുകളുടെയും ഉപയോഗത്തിന് മാർഗനിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ്. സ്വകാര്യ വാഹനങ്ങൾ വാടക വാങ്ങി മറ്റു വ്യക്തികൾക്ക് നൽകിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാം. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ നൽകാം. എന്നാൽ പ്രതിഫലം വാങ്ങാൻ പാടില്ല. ഇവർക്ക് സ്ഥിരമായി നൽകുന്നതും അനുവദനീയമല്ല. 8 സീറ്റിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഉടമയും കുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിക്കണം. മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്നതിനും ലൈസൻസ് നിർബന്ധമാക്കിയതായി മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കൊച്ചിയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി കൊച്ചി സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും. ഇരു വകുപ്പുകളും ചേർന്ന് രാത്രിയും പകലും പരിശോധന നടത്തും. അപകട മേഖല കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധന. എറണാകുളം സിറ്റി മേഖലയിൽ ഓഗസ്റ്റ് 31 വരെയും റൂറൽ ജില്ലയിൽ സെപ്റ്റംബർ 30 വരെയുമുള്ള കണക്കിൽ ഈ വർഷം ഇതുവരെയും മരിച്ചത് 347 പേരാണ്. 5661 പേർക്കാണ് ഈ അപകടങ്ങളിൽ പരിക്കേറ്റത്. മൊത്തം 4226 അപകടങ്ങളാണ് ഇതുവരെയുണ്ടായത്. പ്രതിദിനം വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് പൂട്ടിടാൻ കൊച്ചി സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന ആരംഭിച്ചു. അമിതവേഗം, മദ്യപിച്ചു വാഹനമോടിക്കൽ, അശ്രദ്ധമായി വാഹനമോടിക്കൽ, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതിരിക്കുക, അമിതഭാരം കയറ്റി സർവീസ് നടത്തുക എന്നിവയ്ക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. ഡ്രൈവർമാരെ സുരക്ഷാബോധമുള്ളവരാക്കി അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേക ചെക്കിംഗ് പ്രോഗ്രാം മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് 1 മാസത്തേക്ക് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത തീരുമാനം എടുത്തിരിക്കുന്നത്. നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും ഓട്ടോറിക്ഷകളുടെ ഹോൺ മുഴക്കലും മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതും ഹൈക്കോടതി അടക്കം വിലക്കിയിട്ടും ഇത് പാലിക്കപ്പെടുന്നില്ല. ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് പ്രത്യേക പരിശോധന നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.